ഇത് കണ്ടോ, ഇതാണ് പാഡഡ് ബ്ര. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞില്ലേ പാഡഡ് ബ്ര എന്ന്. ഇത് കണ്ടോ, ഇതാണ് പാഡഡ് ബ്ര. ഇതിങ്ങനെ ഭയങ്കര കട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും കണ്ടോ ഈ ഒരു കട്ടിങ്ങും ഇതിനകത്ത് ഒരു പാഡ് എന്തോ പിടിപ്പിച്ചിട്ട് ഭയങ്കര കട്ടിയാണ്. ഇത് ബ്രസ്റ്റ് കുറവുള്ളവർക്കുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്ര ബ്രസ്റ്റൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തതാണിത്. ഞാൻ ഒരു സുപ്രഭാതത്തിൽ വേഗം കയറി അങ്ങ് തടിച്ചതായിരുന്നു. സൈസും കമ്പനിയൊന്നും കാണുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വല്ലതും കാണുന്നുണ്ടാമോ? യെസ്, ഇപ്പോൾ കാണുന്നില്ല. ഇതിൽ കൂടെ കാണുന്നില്ല. എന്താണ് ബി 36 സൈസാണ്. ഞാൻ ഇട്ട് നോക്കിയില്ല കേട്ടോ. ഇപ്പം അമ്മ എടുത്തോണ്ട് എനിക്ക് തന്നാ. ചിലപ്പോൾ ഇപ്പം കയറുമായിരിക്കും. അതിൻ്റെ വേറൊരു കളറ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ നൂലൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ടുള്ളത്. വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടായിരിക്കണം അങ്ങനെ മോശമാവുന്നത്. വാഷിംഗ് മെഷീനിൽ ഇടാൻ പാടില്ല, ഇങ്ങനെ നൂല് പൊങ്ങും. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടാണ്ടിരിക്കുക. ഇതാണ് പാഡഡ് ബ്ര. നോർമൽ ബ്രയും കാണിച്ചു തരാം. അതിൻ്റെ വേറൊരു വെർഷൻ. ഇങ്ങനെ 3 എനിക്ക് അമ്മ എന്നോട് പറഞ്ഞു, മോനെ വീഡിയോയിലിട്ടല്ലേ എന്നായിട്ട് കാണിക്കും പറഞ്ഞു. ഇതാണ് പാഡഡ് ബ്ര. ഷേപ്പ്നർ ബ്രയും പാഡഡ് ബ്രയും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ. ഉണ്ട് അതിൻ്റെ പാഡഡ് ബ്രയിൻ്റെ കട്ടിങ്. അതായത് ബ്രസ്റ്റ് ഇല്ലാത്തവർ പാഡഡ് ബ്ര വാങ്ങിച്ചോ. കാരണം അപ്പോൾ ബ്രസ്റ്റ് കൂടുതലായിട്ട് നല്ലതായിട്ട് ഷേപ്പായിട്ട് സാരി കൊടുക്കുമ്പോൾ തോന്നിക്കും. ഇനി ഞാനിടുന്നത് ഇത് ഷേപ്പ്നർ ബ്ര. ഇതാണ് ഷേപ്പ്നർ ബ്ര. ഇത് വേണ്ട, ഒന്നുമില്ല. ഇങ്ങനെ വയ്ക്കാം. ഇതിൻ്റെ കട്ടിങ് അകത്തും കണ്ട ഇങ്ങനെയാണ്. ഇതിനകത്തുള്ള കട്ടിങ് ഒന്നുമില്ല, വെറുതെയാണ്. അകവും പുറവും ഒരുപോലെ ഇരിക്കും. ഇതാണ് ഷേപ്പ്നർ ബ്ര. പിന്നെ ഇതിൻ്റെ ബുക്ക് കണ്ടോ, 1 2 3 4. ഇത് കണ്ടോ, ഇത്രയും ഇതുണ്ട്. പിന്നെ ക്ലോവിയ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. സ്കാൻ ചെയ്ത് വേണമെന്നുള്ളവർക്ക് അത് സ്കാൻ ചെയ്ത് നോക്കുക. 36B. ഇതും നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് ഇത്രയും ഈ ഒരു കളറൊക്കെ പോയത്. അത്യാവശ്യം കുറച്ചുകൂടെ ബ്രൗൺ ആയിരുന്നു ഇത്. ഈ പോർഷൻ നെറ്റാണ്. ഇങ്ങനത്തെ നമ്മളുകൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇടരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വാഷിംഗ് മെഷീനിൽ ദയവ് ചെയ്ത് ഇത്രയും വില കൂടിയ ബ്രായൊന്നും കൊണ്ടുപോയിട്ട് ഇടരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഡൗട്ടുകളൊക്കെ മാറിയല്ലോ. പാഡഡ് ബ്രയിൻ്റെയും ഞാൻ ഇടാമെന്ന് പറഞ്ഞു വീഡിയോ കഴിഞ്ഞു. ഇതാണ് പാഡഡ് ബ്രയും ഷേപ്പ്നർ ബ്രയും തമ്മിലുള്ള വ്യത്യാസം. ഷേപ്പ്നർ ബ്ര ഇങ്ങനെ തന്നെ ഇരിക്കും, മനസ്സിലായോ? പാഡഡ് ബ്ര കാണിച്ചു തരാം ഞാൻ. കട്ട് ചെയ്തിരിക്കില്ല, ഒരിത് വയ്ക്കണ്ട. ഇങ്ങനെ ഒരു ഇതായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴൊന്നും ഒട്ടും അറിയില്ല. നിങ്ങളിങ്ങനെ മാന്തി ഇതാക്കണം. ബസ്സിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ മാന്തിയാലേ ഇതറിയില്ല. ഈ ബ്രായിലും ഇതിൽ പറ്റിയ ഷേപ്പ്നർ ബ്രായിൽ പക്ഷേ നിങ്ങൾ അത്യാവശ്യം തൊട്ടാലൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മളെ തട്ടിന്ന് അത്യാവശ്യം ഇങ്ങനെയൊക്കെ ഒന്ന് തട്ടിപ്പോയാൽ അറിയില്ല. ഇങ്ങനെ തട്ടിപ്പോയാലൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ അറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് നല്ല തരും. സൂക്ഷിച്ച് വേണം തട്ടാനും പൊട്ടാനും ഒക്കെ. തട്ടലും മുട്ടലും നടത്തുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്.